ഗുഡ് മോർണിംഗ് യു ഓൾ. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിലെ കമ്പനി അനാലിസിസ് ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ 2 അധ്യായത്തിൽ നമ്മൾ പഠിച്ചു എന്താണ് എക്കോണമിക് അനാലിസിസ്, അതുപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ അനാലിസിസ്. സോ എക്കോണമിക് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മളെ എക്കോണമിയിലെ ഗ്രോത്തും പ്രോസ്പെക്ട്സുകളും മനസ്സിലാക്കാനും അതുപോലെ ഏത് സൈക്കിളിലാണ് നമ്മൾ എക്കോണമി നിൽക്കുന്നതൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് എക്കോണമിക് അനാലിസിസ് പഠിക്കുന്നത്. ഇൻഡസ്ട്രിയൽ അനാലിസിസ് പഠിക്കുന്നത് ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓരോ ഇൻഡസ്ട്രിനും പല രീതിയിലുള്ള സ്റ്റേജസ് ആവും. ചില ഇൻഡസ്ട്രീസ് ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രോത്ത് സ്റ്റേജ് ആവും, ചിലത് സാച്ചുറേഷൻ ആവും, അല്ലെങ്കിൽ ചിലത് ഡിക്ലൈൻ ആവും. സോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്പനി അനാലിസിസ് പഠിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് ഏത് കമ്പനിയിലാണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കമ്പനി അനാലിസിസ് മെയിൻലി ഫോക്കസ് ഓൺ ദി ഹൗ എ കമ്പനി ഈസ് പെർഫോമിങ്. സോ കമ്പനി അനാലിസിസിൽ നമ്മൾ എന്തൊക്കെ നോക്കേണ്ടി വരും? സോ കമ്പനി അനാലിസിസ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വി ജസ്റ്റ് വാണ്ട് ടു ഫോക്കസ് ദി കമ്പനി പെർഫോമൻസ്. ഭാവിയിൽ കമ്പനി എങ്ങനെയായിരിക്കും അത് പെർഫോം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാസ്റ്റ് ഡാറ്റാസ് വെച്ചിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, പാസ്റ്റിലെ പെർഫോമൻസ് പോലെ ആയിരിക്കും ഫ്യൂച്ചറിലെ കമ്പനിയുടെ പെർഫോമൻസ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റാസ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം. ബിഫോർ we are going to investing our money, we need to know about the financial strength and the financial weakness of the company. If there is a recession came, how the company will be മാനേജിങ് ഇറ്റ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനി അനാലിസിസ് പഠിക്കുന്നത്. സോ കമ്പനി അനാലിസിസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അനാലിസിസ് ആണെങ്കിൽ തന്നെ നമുക്ക് 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്നാണ് ബാലൻസ് ഷീറ്റ്, രണ്ടാമത്തത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് മനസ്സിലാക്കാം. ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, എത്ര ലിവറേജ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡെപ്റ്റ്സ് ഉണ്ട്, എത്ര ഇക്വിറ്റി ഉണ്ട്, എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ ബാലൻസ് ഷീറ്റ് കൊണ്ട് സാധിക്കും. ഈ അനാലിസിസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മോർ സ്പെസിഫിക്കലി വി ആർ ഗോയിങ് ടു കൺസേൺ അബൌട്ട് ദി റേഷ്യോ അനാലിസിസ്, ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ്. ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് നമ്മളെ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും സ്ട്രെങ്ത്തും മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിറ്റീവ് അനാലിസിസിന് ഉപയോഗിക്കാം, അതുപോലെ ക്രോസ് സെക്ഷണൽ അനാലിസിസിന് ഉപയോഗിക്കാം, ദെൻ ടൈം സീരീസ് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാം. ഈ ടൈം സീരീസ് അനാലിസിസും ക്രോസ് സെക്ഷണൽ അനാലിസിസ് നിങ്ങൾ റിസർച്ച് മെത്തഡോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പഠിക്കുന്നതാണ് ടൈം സീരീസ് അനാലിസിസ്. ഒരു 5 വർഷത്തേക്കുള്ള ഡാറ്റാസ് എടുത്തിട്ട് നമ്മൾ ആ കമ്പനിയെ പറ്റി പഠിക്കുന്നതാണ് ടൈം സീരീസ് അനാലിസിസ്. ക്രോസ് സെക്ഷണൽ അനാലിസിസ് പറഞ്ഞാൽ ഒരു വർഷത്തെ കമ്പനി ഡാറ്റാസ് എടുത്തിട്ട് ആ വർഷത്തെ പല വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കണ്ടെത്തുന്നതാണ് ക്രോസ് സെക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ കമ്പാരിറ്റീവ് അനാലിസിസ് പറഞ്ഞാൽ നമ്മളെ ഈ കമ്പനി മറ്റൊരു കമ്പനിയായിട്ടും കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യുന്നതിനാണ് കമ്പാരിറ്റീവ് അനാലിസിസ് അറിയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള റേഷ്യൂസസ് ആണ്. പിന്നെ ഫസ്റ്റ് തന്നെ ലിക്വിഡിറ്റി റേഷ്യോ അറിയും. ഈ ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്ര പെട്ടെന്ന് ഒരു കമ്പനിക്ക് അതിൻ്റെ ഡെപ്റ്റ്സ് ഒബ്ലിഗേഷൻസ്, ഷോർട്ട് ടൈം ഡെപ്റ്റ്സ് ഒബ്ലിഗേഷൻസ് റീപേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഫസ്റ്റത്തെ പോയിൻ്റാണ് കറണ്ട് റേഷ്യോ അനാലിസിസ്. സോ കറണ്ട് റേഷ്യോ എന്ന് വെച്ചാൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയുമായുള്ള ബന്ധമാണ്. നമ്മളെ കറണ്ട് അസറ്റ് വെച്ചുകൊണ്ട് നമ്മളെ കറണ്ട് ലയബിലിറ്റീസ് എത്രത്തോളം റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റുകൾ എന്ന് വെച്ചാൽ ക്യാഷ് ആവാം, അതുപോലെ ക്യാഷ് ഇക്വലൻ്റ് ആവാം, മീൻസ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്, ദെൻ അക്കൗണ്ട് റിസീവബിൾ, ബിൽ റിസീവബിൾ, ദെൻ സ്റ്റോക്സ്, ദെൻ പ്രീപെയ്ഡ് ലയബിലിറ്റി, അതർ ലിക്വിഡ് അസറ്റ്. ഒരു മാർക്കറ്റബിലിറ്റി സെക്യൂരിറ്റികളും അസറ്റിലേക്ക് വരും, ഈ കറണ്ട് അസറ്റിലേക്ക് ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഐഡിൽ റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ 2:1 ആണ് ഐഡിൽ റേഷ്യോ. അതായത് ഒരു ലയബിലിറ്റിക്ക് 2 കറണ്ട് അസറ്റുകളാണ് കറണ്ട് റേഷ്യോൻ്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 1 താഴെ പോകുന്ന റേഷ്യോ ആണെങ്കിൽ, ഇപ്പോൾ കറണ്ട് റേഷ്യോ 1 താഴെയാണെങ്കിൽ ആ കമ്പനി എന്താണ്? ഒരു ഹൈ റിസ്കി കമ്പനിയാണ്. കാരണം അവരുടെ കയ്യിൽ അധികം അസറ്റുകളില്ല, അവരെ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള പൈസ കയ്യിലില്ലാത്ത കമ്പനികളാണ്. ലിക്വിഡിറ്റി റേഷ്യോയിൽ അടുത്തൊരു റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയും, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള
കറണ്ട് അസറ്റുകളിൽ ഇൻവെൻട്രിയും അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എത്രത്തോളം നമ്മളെ കറണ്ട് ലയബിലിറ്റീസിനെ അല്ലെങ്കിൽ കറണ്ട് ഒബ്ലിഗേഷൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു. The quick ratio indicates the company capacity to pay its current liability without need to sell its inventories. ഇപ്പോൾ സ്റ്റോക്ക് വിൽക്കാതെ തന്നെ നമുക്ക് നമ്മളെ കറണ്ട് ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നതിനാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നതിന്. ഹയർ ദി റേഷ്യോ റിസൾട്ട് ദി ബെറ്റർ എ കമ്പനി ലിക്വിഡിറ്റി ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പോൾ ഹയർ റേഷ്യോ ആവുന്ന ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് തന്നെ 1:1 ആണ്. ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ, ദിസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ. So leverage ratio measures the company ability to meet the long term obligations. So long term obligations meet ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലിവറേജ് റേഷ്യോ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയും. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ കൊണ്ട് ലോങ് ടേം ഡെപ്റ്റ്സുകളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ ലോങ് ടേം ഡെപ്റ്റിൽ ഡിബെഞ്ചറൊക്കെ വരുന്നത് ലോങ് ടേം ഡെപ്റ്റിലാണ്. അതുപോലെ ലോണ് കാര്യങ്ങൾ കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ഫണ്ട് വെച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ സേസ് ദി എബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ടു കവർ ഓൾ ദി ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റ്സ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ കമ്പനിയിൽ ഉണ്ടാകുന്ന എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റ്സിനെയും നമ്മളെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് വെച്ചിട്ട് നമുക്കത് തീർക്കാൻ പറ്റുമോ ഇല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ലോങ് ടേം ഡെപ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്? സോ ലോങ് ടൈം ഡെപ്റ്റ്സ് ആയിട്ട് കണക്കാക്കുന്ന ഡിബെഞ്ചർ, അതുപോലെ തന്നെ മോർട്ടേജസ്, പിന്നെ ലോങ് ടൈം ലോൺസ് ഒക്കെ. പക്ഷേ എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്? ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. സോ ഇതൊക്കെ എന്തായിട്ട് കണക്കാക്കും? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടായിട്ട് കണക്കാക്കും. അപ്പോൾ ലോങ് ടൈം ഡെപ്റ്റ്സ് ഡിവൈഡഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ എത്രത്തോളം വേണം, എത്ര റേറ്റാണ് നമുക്ക് കിട്ടേണ്ടത്? ഹയർ ദി റേറ്റ്, നമ്മൾ പറയാം കൂടുതൽ റേറ്റ് ആണെങ്കിൽ ലിവറേജ് റേഷ്യോ കൂടുന്തോറും നമ്മൾ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഡെപ്റ്റിൻ്റെ ലിവറേജ് കൂടുന്നതാണ്, ഡെപ്റ്റ്സിൻ്റെ യൂസേജ് കൂടും. നമ്മൾ ഇക്വിറ്റിനെക്കാളും കൂടുതൽ ഡെപ്റ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കമ്പനി റിസ്ക് കൂടുകയാണ്. അപ്പോൾ ലിവറേജ് കൂടുമ്പോൾ റിസ്ക് കൂടും, ലിവറേജ് കുറയുകയാണെങ്കിൽ റിസ്ക് കുറയും. ഉദാഹരണത്തിനാണ് 2 കമ്പനീസ് ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു എ എന്ന കമ്പനി, ബി എന്ന കമ്പനി. അപ്പോൾ എ എന്ന കമ്പനിയും ബി എന്ന കമ്പനിയും. അപ്പോൾ എ എന്ന കമ്പനിയുടെ ലിവറേജ് റേഷ്യോ കിടക്കുന്നത് 5ആണ്. ബി എന്ന കമ്പനിയുടെ ലിവറേജ് റേഷ്യോ കിടക്കുന്നത് 1% വിചാരിച്ചോളൂ. ബാങ്കിൽ പോയി അങ്ങനെ ഈ 2 കമ്പനീസും ബാങ്കിൽ പോയിട്ട് ലോൺ അപേക്ഷിക്കുകയാണെങ്കിൽ ഏത് കമ്പനിക്കാണ് ലോണ് സാങ്ഷൻ ആവുക? എക്കാണോ അതോ ബിക്കാണോ? എ എന്നൊരു കമ്പനിക്ക് ഹൈ റിസ്ക് ആണ്. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഒരു അസറ്റിന് അല്ലെങ്കിൽ ഒരു ഇക്വിറ്റിക്ക് അവരെത്ര 5 ഡെപ്റ്റ് കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ബി എന്ന കമ്പനിക്ക് ഒരു കടത്തിന് അല്ലെങ്കിൽ ഒരു ഇക്വിറ്റിക്ക് 1 ഡെപ്റ്റ് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ കമ്പനി ഏതാണ്? ബി എന്ന കമ്പനിക്കാണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന കമ്പനിക്കാണ് ലോണ് സാങ്ഷൻ ആവുള്ളൂ. ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ ഇത് കാണാൻ ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ അസറ്റ് വെച്ച് നോക്കുമ്പോൾ ഡെപ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന്. അപ്പോൾ ഡെപ്റ്റ് അസറ്റിന് കൂടുതലാണോ അതോ കുറവാണോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ കാണിക്കുന്നത്. സോ ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ഡെപ്റ്റ് റേഷ്യോ measure the amount of leverage used by a company in terms of total debt to asset. If the ratio is greater than 1, it is indicate that the company has more debt than the assets. If the ratio is less than 1, it indicate that the company has more asset than the debt. Proprietary ratio. This ratio show how much fund has been contributed by the shareholders in the total asset of the firm. ഒരു ഫേമിൻ്റെ ടോട്ടൽ അസറ്റിലേക്ക് എത്രത്തോളം എമൗണ്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത് മനസ്സിലാക്കാനാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇതിന് വേറെ പേര് കൂടി പറയാറുണ്ട്, ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് വർത്ത് റേഷ്യോ എന്നും പറയാറുണ്ട്. സോ എത്ര എമൗണ്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ അസറ്റിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ ഇക്വിറ്റി, അതുപോലെ പ്രിഫറൻസ് ഷെയർസ്, ദെൻ ഓൾ റിസർവ്സ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഒക്കെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലേക്ക് കണക്കാക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ദിസ് റേഷ്യോ മെഷർ ദി കപ്പാസിറ്റി ഓഫ് ഫേം ടു പേ ദി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഡിബെഞ്ചർ. നമ്മളെ കമ്പനി ക്യാപിറ്റൽ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അക്യൂർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ ബി എയ്തർ ബൈ ഡിബെഞ്ചർ, അതല്ലെങ്കിൽ നമ്മൾ ലോൺസ് എടുക്കുകയാണെങ്കിൽ.
സോ ഈ രണ്ട് കാര്യത്തിലും ഡിബഞ്ചർ ആണെങ്കിൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഉണ്ടാവും, ഒരു ഇത്ര ശതമാനം ഡിവിഡൻഡ് ഉണ്ടാവും. അതുപോലെ ലോൺ ആണെങ്കിൽ അതൊരു ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. സോ ഇത് രണ്ട് കാര്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മളെ കമ്പനിക്ക് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പഠിക്കുന്നത്. സോ നമ്മൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതിന് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എമൗണ്ട്. സോ നമ്മളെ പ്രോഫിറ്റിന് ഇൻട്രസ്റ്റ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റേഷ്യോ കിട്ടും. ആ റേഷ്യോ 1ൻ്റെ മുകളിലാണെങ്കിൽ, ഇറ്റ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം ഹയർ ദി റേഷ്യോ, ഹയർ ദി എബിലിറ്റി ഓഫ് ദി ഫേം ടു റീപേ ദി ലോൺ ആൻഡ് ഡിബഞ്ചർ പേയ്മെൻറ്റ് റെഗുലർലി. കോൺസെപ്റ്റാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. സോ ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമ്മൾ 3 രീതിയിൽ നമ്മൾ ചിന്തിക്കാണ്ട്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ് ടു സെയിൽസ്, ദെൻ പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ് ടു ഇക്വിറ്റി. സോ ഈ 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ കണക്കാക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രോഫിറ്റ് റിലേറ്റഡ് ടു സെയിൽസ്. അതിൽ ആദ്യത്തെയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണുകയാണെന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. അപ്പോൾ എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക? സെയിൽസ് മൈനസ് കോസ്റ്റ് ഗുഡ്സ് സോൾഡ്. സോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൊണ്ട് എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ വി ഹാവ് ടു ഡിറ്റർമിൻ ദി എഫിഷ്യൻസി ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഓഫ് ദി ഫേംസ്. If the ratio indicate higher than the 20 to 25, it is assumed that the production and the purchase management is more efficient. If it is less than the 20, so it may be indicate that the company has an inefficient management system in the production and purchase management. Operating profit ratio. The operating profit ratio കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. സോ അപ്പോൾ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണുക വെച്ചാൽ ഒന്നെങ്കിൽ EBIT, അതായത് EBIT, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ നെറ്റ് സെയിൽസ് കാണാൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യുകയാണ്, സെയിൽസ് മൈനസ് റിട്ടേൺ ഇൻവേർഡ്സ്, അതല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സോ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണിക്കുന്നത് നമ്മളെ കമ്പനീൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിനെയാണ് എടുത്ത് കാണിക്കുന്നത്. സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. സോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് എ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ബൈ എ ബിസിനസ്. ഇറ്റ് ഓൾസോ മെൻഷൻ ദി ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം. സോ നമുക്ക് ഈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 2 രീതിയിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. സോ മാനേജ്മെൻറ്റിൻ്റെ രീതിയിലും കണക്കാക്കാം, ഒന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ രീതിയിലും കണക്കാക്കാം. സോ മാനേജ്മെൻറ്റിൻ്റെ രീതിയിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ വി വിൽ ടേക്ക് ദി ഏണിംഗ് before the tax. If we consider from the as a investors, we will take the earning after tax. So നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. അപ്പോൾ എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി നമ്മളെ കമ്പനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കാൻ തുടങ്ങണം. സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഫണ്ട് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എത്രത്തോളം റിട്ടേൺസ് കിട്ടുന്നുണ്ടെന്നാണ് പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നാണ് ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പോൾ എത്രത്തോളം റിട്ടേൺസ് ഇക്വിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് EAT. EAT എന്ന് പറഞ്ഞാൽ ഏണിംഗ് ആഫ്റ്റർ ടാക്സ്, അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര റേറ്റ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്നുണ്ട് ഫ്രം ഇക്വിറ്റി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദിസ് വിൽ ഷോ ഹൗ മച്ച് റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ഏൺ ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. This ratio will show how much profit is earned on an investment by a firms. So this is also known as the rate of return on capital. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എമൗണ്ടിൽ എത്രത്തോളം റിട്ടേൺസ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി ഇൻ ROI കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 2 റേഷ്യോ അനാലിസിസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിൽ ഒന്നാണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. സോ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ സെയിൽസിന് ബാധകമാണ്. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസേർഡ് ആണ്. അപ്പോൾ സെയിൽസും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ചേർന്ന പുതിയൊരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യും. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റേറ്റ്
15ൻ്റെ മുകളിലാണെങ്കിൽ നല്ല റിട്ടേൺസ് ആണ്. സോ ഹയർ ദി റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹയർ ദി പ്രോഫിറ്റബിലിറ്റി. അടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. സോ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏർണിംഗ് പെർ ഷെയർ EPS. So this ratio indicate the profit available to the equity shareholders per share basis. So എത്രയാണ് നമ്മളെ പ്രോഫിറ്റ് ആ വർഷം, എല്ലാ എമൗണ്ടും എല്ലാ ഒബ്ലിഗേഷൻസും പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം ബാക്കി ഉണ്ടാകുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ്. ഇപ്പോൾ ഒരു 10,000 രൂപയാണ് നമുക്ക് ആ വർഷം എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ടോട്ടൽ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1000 ആണെങ്കിൽ 10,000 ഡിവൈഡ് ബൈ 1000. അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യും 10 രൂപ വെച്ച് കിട്ടും പ്രോഫിറ്റ് ആയിട്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് EPS എന്ന് പറയുന്നത്. സോ ദിസ് റേഷ്യോ ഹെൽപ്പ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ടു ഇവാലുവേറ്റ് ദി റിട്ടേൺ ഓൺ ദി ഇക്വിറ്റി ഹോൾഡിങ്സ് ആൻഡ് ദി ഹയർ ദി EPS ദി ഹയർ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. സോ EPS കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ മാർക്കറ്റിലുള്ള നമ്മളെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. സോ ഡിവിഡൻഡ് പെർ ഷെയർ പറഞ്ഞാൽ ഒരാൾക്ക്, ഒരു ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എത്ര രൂപ ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിവിഡൻഡ് പെർ ഷെയർ ഉപയോഗിക്കുന്നത്. സോ ഡിവിഡൻഡ് പെർ ഷെയർ മീൻസ് ദ ഡിവിഡൻഡ് പെയ്ഡ് ടു എൻ ഇക്വിറ്റി ഹോൾഡർ ഓൺ ദ ബേസിസ് ഓഫ് DPS ആൻഡ് ദിസ് വിൽ ഷോ ഹൗ മച്ച് എക്സാക്ട് റിസീവ് ബൈ എൻ ഇക്വിറ്റി ഹോൾഡേഴ്സ് ആസ് എ ഡിവിഡൻഡ്. സോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഡിവിഡൻഡ് പെയ്ഡ് ടു എൻ ഇക്വിറ്റി ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റീസ്. സോ ഒരു ഉദാഹരണത്തിന് നമ്മളെ ടോട്ടൽ ഡിവിഡൻഡ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5000 രൂപയാണ്. സോ ടോട്ടൽ ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1000 ആണെങ്കിൽ 5000 ഡിവൈഡഡ് ബൈ 1000, അപ്പോൾ 5 രൂപ വെച്ചിട്ട് എന്താ ഒരാൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടും. So dividend payout ratio. This ratio indicates the percentage of shares of net profit after tax and preferred dividend is paid out as a dividend to the equity shareholders. So എത്ര ശതമാനം ഒരു ഡിവിഡൻഡ് ഒരു ഇക്വിറ്റിക്ക് നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ പഠിക്കുന്നത്. Price earning ratio, so PE ratio, it is used to value the company performance as expected by the equity shareholders. It indicates the expectation about the future of the company. സോ കമ്പനിയുടെ പെർഫോമൻസ്, ഫ്യൂച്ചർ പെർഫോമൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് PE റേഷ്യോ ഉപയോഗിക്കുന്നത്. ദി ഷെയർ വിത്ത് ഹയർ PE റേഷ്യോ കൺസിഡർ ഹയർ ഗ്രോത്ത്. സോ PE റേഷ്യോ നല്ല കൂടുതലാണെങ്കിൽ ആ കമ്പനിക്ക് എന്തുണ്ടാവും, ഫ്യൂച്ചർ ഗ്രോത്ത് കൂടുതലായിട്ടുള്ള കമ്പനിയാണ്. സോ ഇതെങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ നമ്മൾ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഉണ്ടാവും, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ്, ആ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് PE റേഷ്യോ മാത്രമേ ഉള്ളെങ്കിൽ സോ PE റേഷ്യോ ഇൻറ്റു ഏർണിംഗ് പെർ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാർക്കറ്റ് പ്രൈസ് കാണാൻ പറ്റും.